അസ്സലാമു അലൈക്കും. ഇന്ന് മുട്ട റോസ്റ്റാണ്. അപ്പോൾ ഇതിൽ തൈര് ചേർത്തിട്ടാണ് കേട്ടോ ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത്. നല്ലൊരു ടേസ്റ്റി ആയിരുന്നു. നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് പറയട്ടാ. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത്, ആദ്യം തന്നെ നമുക്ക് 4 മുട്ട വേവിച്ചെടുക്കുക. അതിന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കല്ലുപ്പിട്ടിട്ട് വേവിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബ് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, വെള്ളം മാറ്റി കൊടുത്തിട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞ് കിട്ടും. നമ്മളൊരു ഹാഫ് വേവിലൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ മുട്ട റോസ്റ്റിലേക്ക്. ഫുള്ളായിട്ട് വേണേക്കാളും ടേസ്റ്റ് ഹാഫിൽ എടുക്കുകയാണ്. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, അതേപോലെ തന്നെ ബേ ലീഫ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കുക. ഈ റോസ്റ്റിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒരു 5 വലിയ ചുള വെളുത്തുള്ളി തന്നെ എടുത്തിട്ടുണ്ട്. അതേപോലെ മീഡിയം സൈസിലുള്ള ഇഞ്ചി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. വലിയ തക്കാളി തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. തൈര് എടുക്കുമ്പോൾ എപ്പോഴും പുളിയില്ലാത്ത തൈര് എടുക്കണം. എന്നെങ്കിലാണ് പുളിയുള്ള തൈര് മുട്ട റോസ്റ്റിലേക്ക് എടുക്കരുത്. തീരെ പുളിയില്ലാത്ത തൈര് തന്നെ നമുക്ക് വാങ്ങിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. തക്കാളി ഉള്ളി ബ്രൗൺ കളർ ആവരുത് കേട്ടോ. ഉള്ളിയുടെ കളറ് മാറരുത്. അപ്പോൾ മുട്ട റോസ്റ്റിൻ്റെ ടേസ്റ്റ് മാറും. അധികമൊന്നും വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് വെന്ത് കിട്ടിയതിന് ശേഷം അതിലേക്ക് വേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ രീതിയിൽ വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചാറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. ഞാൻ അതിന് പകരം എല്ലാത്തിലും ഈ മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കാറ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് എല്ലാ കറിയിലേക്കും. അതെ, ഞാനതിൻ്റെ ചേരുവ പറഞ്ഞിട്ടുണ്ട്, മുന്നത്തെ റെസിപ്പിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതേപോലെ തന്നെ ഒരു ബൗളിൽ കുറച്ച് തൈര് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്ത് ഇളക്കി ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് 1 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4 മുട്ടയിലേക്കുള്ള ചേരുവയാണ് ഇത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി ചേർത്ത് കൊടുത്തതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ചുടുവെള്ളമോ തിളച്ച വെള്ളമോ ഒഴിച്ച് കൊടുക്കുക. നിങ്ങളിതുപോലെ ഒന്ന് ചപ്പാത്തിയിലേക്കും അതേപോലെ തന്നെ പൂരിയിലേക്കും ഒക്കെ നല്ല ടേസ്റ്റാണ്. പൊറാട്ടയിലേക്കും കഴിക്കട്ടോ, അടിപൊളിയാണ്. ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് കമൻറ്റ് പറയണം. അത് നന്നായിട്ട് തന്നെ ഇളക്കി ചേർത്തതിന് ശേഷം ഇത് ഒന്ന് വെന്ത് കിട്ടിയാൽ ഇതിലേക്ക് നമ്മൾ കുറച്ച് 1 ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഇനി വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേരുവകൾ കൂട്ടി കൊടുക്കുക. അതേപോലെ തന്നെ വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുക്കുക. തൈര് ഇത്ര തന്നെ മതിയാവും കേട്ടോ, കൂടുതൽ തൈര് ഒഴിക്കണ്ട. 1 ബൗളൊക്കെ ഒഴിച്ചാൽ അത്യാവശ്യത്തിനുണ്ട് പുളിയില്ലാത്ത തൈര്. അതിന് ശേഷം ഞാൻ ടേസ്റ്റ് നോക്കുമ്പോൾ കുറച്ചും കൂടെ എരിവ് കുറവുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി, അതേപോലെ 1/2 ടേബിൾ സ്പൂൺ പെപ്പർ, മഞ്ഞൾപ്പൊടി ഒക്കെ എല്ലാതും ഒന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തൈര് ഒഴിച്ചപ്പോൾ എരിവ് കുറഞ്ഞ് വന്ന്, അപ്പോൾ എല്ലാതും ഒന്നും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക. നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. ഗരം മസാലപ്പൊടിയൊക്കെ ഇതിലിട്ട് കൊടുക്കണം കേട്ടോ, എന്നെങ്കിലാണ് മുട്ട റോസ്റ്റിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുക. തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. 1 ഗ്ലാസ്സാണ് ഞാൻ 1.5 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1/2 ഗ്ലാസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുഴുങ്ങി വെച്ച മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 മുട്ടയാണ് പുഴുങ്ങിയത്, 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഞാൻ കഴിച്ചു. ഹാഫ് മുട്ട നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എന്നിട്ട് അതിന് ശേഷം ലാസ്റ്റ് കൂടുതൽ തന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അസ്സലാമു